നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ഈ വിവരം ഭാവനെ നേരിൽ കണ്ട് പറയാമെന്ന് കരുതി വന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഓഫീസിലൊന്ന് പോണം. ശരി. സൂര്യക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ പോയില്ലേ വല്ലിച്ച. എന്തായാലും സൂര്യ ഒരിക്കലും ഭാവനയെ ചതിക്കില്ല. പക്ഷെ ജയെ സൂക്ഷിക്കണം. അവളിപ്പോ ചവിട്ടുകൊണ്ട പാമ്പിനെ പോലെയാ. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക ഭാവന. അവസാനം അനുഭവിക്കുന്ന മുഴുവൻ നമ്മൾ തന്നെയായിരിക്കും. നമ്മൾ ഇത്രയ്ക്ക് ഗതികെട്ട അച്ഛനമ്മമാരായി പോയല്ലോ സൂര്യ. ആദ്യത്തെ കുഞ്ഞിനെ ദൈവം തിരിച്ചെടുത്തു. ഇപ്പൊ നമുക്ക് കിട്ടിയ കുഞ്ഞിന്റെ പേരിൽ ഒന്ന് സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ല നമുക്ക്. അതേ ഭാവന, മാനസ അമ്മയും കൂടി നമ്മളോട് ഇങ്ങനൊരു ചതി ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എത്രമാത്രം സന്തോഷിക്കേണ്ടതായിരുന്നു. മാനസയുടെ അച്ഛനും അമ്മയും ആന്റി അവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ ആന്റി തന്നെ ബലമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇങ്ങനെയാണെങ്കിൽ എന്റെ ഡെലിവറി കഴിഞ്ഞാലും എനിക്കവിടെ വരാൻ പറ്റില്ലല്ലോ സൂര്യ. നമ്മുടെ കുഞ്ഞിനെ അവര് അപായപ്പെടുത്തൂലേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല ഭാവന. എന്തോ ഗൗരവമായ വിഷയം നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അമ്മ അവരെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കില്ല. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ആന്റിയോട് സൂര്യ ഒന്നും ചോദിച്ചില്ലേ? അവരെ ഇറക്കി വിടാൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മാനസയുടെ കാര്യം നോക്കാൻ അമ്മയെ കൊണ്ട് മാത്രം പറ്റില്ല എന്ന്. പക്ഷേ മാനസയ്ക്ക് അതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താ ഭാവന? അല്ല സൂര്യ, അവസാനം മാനസ പ്രസവിക്കുന്ന കുഞ്ഞ് എല്ലാവരും പറയുന്ന പോലെ നമുക്കൊരു ബാധ്യതയായിട്ട് തീരുമോ? മാനസയുടെ സ്വന്തം അച്ഛനും അമ്മയോ ഇപ്പൊ അവളോടൊപ്പം ഉള്ളത്. അപ്പൊ പിന്നെ എന്തായാലും അവര് വെറുതെ ഇരിക്കില്ല. അവരുടെ ഒന്നും ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല ഭാവന. എനിക്കോ തനിക്കോ എതിരെയാണ് അവരുടെ നീക്കമെങ്കിൽ പിന്നെ എന്താ നടക്കുന്നതെന്ന് താൻ കണ്ടോ? ഒരു കയ്യാങ്കളിക്കോ വഴക്കിനോ ഒന്നും പോണ്ട സൂര്യ. അല്ലാതെ തന്നെ അവരെ അവിടുന്ന് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മനസ്സമാധാനം കിട്ടില്ല. നമ്മുടെ അതേ അവസ്ഥ തന്നെ അച്ഛനും. അമ്മയുടെ വാശിക്കും ദേഷ്യത്തിന് മുന്നിൽ അച്ഛനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ എന്നൊരു പേടി അച്ഛനും ഉണ്ട്. ആന്റി ആ ഒരു കാര്യം പറഞ്ഞു നമ്മളെല്ലാവരും പേടിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ആരും ഒന്നും മിണ്ടില്ലല്ലോ. എന്തായാലും താൻ ഇപ്പോഴൊന്നും ഇനി വീട്ടിലേക്ക് വരണ്ട. അതിന് എന്തിന്റെ പേരിലായാലും വരണ്ട. എന്താണ് അവരുടെ പ്ലാൻ നോക്കാലോ. സൂര്യ നോക്കിക്കോ, ആന്റി അല്ലേ ആള്. എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് എന്നെ അവിടേക്ക് തന്നെ കൊണ്ടുപോകാൻ നോക്കും. അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഇപ്പൊ ആന്റി. ആന്റി ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നീക്കോ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ ദേഷ്യം എന്തായാലും അമ്മയുടെ ആന്റിക്കുണ്ടാവും. അങ്ങനെ ദേഷ്യം കാണിക്കാനും തന്നെ വേദനിപ്പിക്കാനാണ് അമ്മയുടെ ഉദ്ദേശമെങ്കിൽ അതെനിക്കൊന്നും അറിയണമല്ലോ. ഇന്ന് തന്നെ മാനസയുടെ അച്ഛനെ അമ്മയെ ഞാൻ അവിടെ നിന്ന് ഇറക്കി വിടും. സൂര്യ, അതൊന്നും വേണ്ട. കഴിവതും ഇനി ഒരു കേസിന്റെ പിന്നാലെ പോവാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് തന്നെ അതൊരു ദോഷമായിട്ട് മാറും. മാനസ എന്തായാലും ഇനി അവളുടെ അച്ഛനും അമ്മയായിരിക്കും നോക്കുക. എന്നാ പിന്നെ മാനസയോടൊന്ന് സംസാരിച്ചാലോ? അതിനനുസരിച്ച് അവള് നിന്നോളും. ഞാനൊന്ന് മാനസ കണ്ടാലോ സൂര്യ? അതൊന്നും വേണ്ട. തൽക്കാലം ഇവിടെ ആന്റി പറയുന്നത് മാത്രം താൻ കേട്ടാ മതി. എന്തായാലും ഡെലിവറി കഴിയുന്നത് വരെ താനൊന്ന് ശ്രദ്ധിച്ചേ പറ്റൂ. ഞാനിങ്ങനെ വന്നും പോയി നിന്നാ മതിയല്ലോ. അതാ സൂര്യ പ്രശ്നം. ഒന്നാമതേ ഓഫീസിൽ ഇപ്പോ വല്ലപ്പോഴും സൂര്യ പോകുന്നത് തന്നെ. എല്ലാ കാര്യങ്ങളും മാനേജറെ ഏൽപ്പിച്ച പിന്നെ എന്ത് ചെയ്യും? ഓഫീസ് കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നങ്ങളും വരില്ല ഭാവന. അതൊക്കെ ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്കിളിനെ മാത്രം ബുദ്ധിമുട്ടിക്കില്ല സൂര്യ. ഒന്നാമതേ അങ്കിള് നമ്മുടെ കാര്യത്തിൽ ആകെ ടെൻഷനില്ല. ഈശ്വരൻ തന്നെ എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തന്നാ മതിയായിരുന്നു. എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ സൂര്യ. ഇനി നമ്മൾ എന്തൊക്കെ തരണം ചെയ്താലും മാനസയുടെ ഭാവി അതൊരു പ്രശ്നം തന്നെയാണ്. അതേ ഭാവന, ഹോസ്പിറ്റലിൽ വെച്ച് മാനസയുടെ സംസാരം താൻ ശ്രദ്ധിച്ചായിരുന്നു? അവൾക്ക് സ്വന്തം ഭാവിയെക്കുറിച്ചുണ്ടായിരുന്ന സ്വപ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ലെന്ന്. അതിനർത്ഥം അവൾ നമുക്ക് വേണ്ടി ഇങ്ങനൊരു ത്യാഗം ചെയ്തുകൊണ്ടാണെന്നല്ലേ? ഇപ്പൊ ഉള്ള സമാധാനം കൂടി പോയി സൂര്യ. ഇനി വരുന്നതൊക്കെ നമുക്ക് നേരിട്ടല്ലേ പറ്റൂ.
എന്തായാലും സൂര്യ വീട്ടിലേക്ക് ചെല്ല്. ഒരു കാരണവശാലും മാനസയുടെ അച്ഛനമ്മമാരോട് സൂര്യ വഴക്കിടാനൊന്നും പോകരുത്. എനിക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും കണ്ട ഞാൻ ഇടപെടും ഭാവന. അവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്താക്കിയേ പറ്റൂ. അച്ഛനും എന്നോട് അങ്ങനെ എന്നെ പറഞ്ഞത്. എന്തായാലും താൻ ഇതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. അറിയാലോ, തന്റെ ഓരോ നിശ്വാസവും നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല സൂര്യ. സൂര്യ ധൈര്യമായിട്ടിരിക്കുക. ചെല്ല. എന്നാ ശരി. എന്തൊക്കെയോ മനസ്സിൽ കണക്കുകൂട്ടിയിട്ട് തന്നെയാ ജയനിർമ്മലെ മാനസയെ കൊണ്ട് ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചത്. സൂര്യ ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നു. ഭാവനയുടെ ജീവിതം ഇല്ലാതാക്കാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ എന്റെ അമ്മയാണ് അവരെ കൊന്നിട്ട് ഞാൻ ജയിലിൽ വേണ്ട വേണ്ടെന്ന് വെക്കുന്നവർ അവരായിട്ട് ഓരോ കുരുക്കുമായിട്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത്. മാനസയ്ക്ക് അവളുടെ അച്ഛനും അമ്മയും അവിടെ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ലേ സൂര്യമോൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അവരങ്ങ് പൊക്കോളുന്നേ. ഇല്ല ഗായത്രി, എത്രയായാലും സ്വന്തം അച്ഛനമ്മമാരല്ലേ. മനസ്സറിഞ്ഞ് മോളെ നിന്ന് വിളിച്ചാൽ തീരാവുന്ന പിണക്കവേ അവര് തമ്മിൽ കാണും. അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം മാമി. ഏത് വിധേനയും ഭാവനെ അവര് വീണ്ടും ചതിക്കാൻ നോക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മളും കരുതിയിരുന്നേ പറ്റത്തുള്ളൂ. ഒരു കാരണവശാലും ഇവളെ അങ്ങോട്ട് വിടാൻ പറ്റത്തില്ല. സൂര്യയുടെ അഭിപ്രായവും അത് തന്നെയല്ലേ? സൂര്യക്ക് നല്ല വിഷമമുണ്ടമ്മേ. എന്ത് ചെയ്യാൻ നോക്കും? അങ്ങനൊരു കുരുക്കലല്ലേ സൂര്യയും ഭാവനയും ആ ആന്റി കൊണ്ട് പെടുത്തിയിരിക്കുന്നത്. ഒന്നുകിൽ ഭാവനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവർ നോക്കും, ഇല്ലെങ്കിൽ ഭാവനയെ തന്നെ ഇല്ലാതാക്കാൻ അവർ നോക്കും. അതിന് അവരിങ്ങനെ വരട്ടെ, അപ്പം കാണിച്ചു കൊടുക്കാം. നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല സേതുവേട്ടാ. ഭാവനയും കൂടി വിചാരിക്കണം. അവള് ചിലപ്പോ അങ്ങോട്ടേക്ക് തന്നെ പോവും. ഏയ്, അങ്ങനെയൊന്നും പോവില്ല മായേ. ഇപ്പൊ ഉള്ളിൽ അവക്കും പേടിയുണ്ട്. എന്നാ ഇവക്ക് കൊള്ളാം. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. സ്വന്തം ഭർത്താവിനെ പോലും അനുസരിക്കാതെയാ ഈ ജയ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ പിന്നെ അവരെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതിന്റെ പിന്നിലും ജയ തന്നെയായിരിക്കും. അതിലൊരു സംശയവും വേണ്ട ഗായത്രി. ഹോസ്പിറ്റലിൽ അജയനും ഭാര്യയും വന്നത് ജയ പറഞ്ഞിട്ടായിരിക്കും, അല്ലാതെ അവരെങ്ങനെ അറിയാനാ? അപ്പോ ആ ആന്റി മധുരം കൊടുത്തതെല്ലാം വെറും പ്രഹസനമായിരുന്നു അല്ലേ? അതിനൊരു സംശയം വേണ്ട മായേ. ജയയുടെ അടുത്ത ലക്ഷ്യം മാനസ എങ്ങനെയെങ്കിലും മരുമകളാക്കണമെന്നായിരിക്കും. ഇതൊന്നും ഈ ജന്മം നടക്കാൻ പോകുന്നില്ല ഏട്ടത്തി. അതിന് ജയ ആദ്യം സൂര്യയെ സമ്മതിപ്പിക്കണം. അത് ഈ ജന്മം നടക്കാൻ പോകുന്നില്ല എന്ന് അവർക്കറിയാം. ഇങ്ങനെ പോയാ സ്വന്തം മകനെ തന്നെ ജയക്ക് നഷ്ടപ്പെടും. അതിലൊരു സംശയവും വേണ്ട. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ കാര്യം. ഇരിക്കേട്ടാ, കഴിച്ചിട്ട് പോവാ. അവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. ശരി മോളെ. ശരി മായ. സേതു, ശരി. എന്തായാലും നിങ്ങൾ സൂര്യയുടെ വീട്ടിൽ കയറി പറ്റിയല്ലോ, അത് മതി. ഇനി സാവകാശം ബുദ്ധിപൂർവ്വം ഓരോന്ന് പ്ലാൻ ചെയ്താൽ മതി. ഞങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടേ ഭാവന ആ വീട്ടിലേക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ്. ജീവനിൽ പേടിയുള്ളവളാണെങ്കിൽ ഇനി വരില്ല. അവളെ അങ്ങനെ അങ്ങ് എഴുതിത്തള്ളാൻ പറ്റില്ല. ജയനിർമ്മലെ കുറെ വെള്ളം കുടിപ്പിച്ചവളാ. എന്തായാലും ആ വീട് മാനസിക കൊടുക്കാമെന്നല്ലേ അവർ വാക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അവർ ഇറക്കിവിടില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നെഴുത്ത. ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ മോടെ കാര്യത്തിലാ ടെൻഷൻ.
അവളുടെ ഭാവിയാണിപ്പം ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഒരു കണക്കിന് അവൾ ബുദ്ധിമതിയാ. ശ്രമിച്ചാൽ ഈ ഒറ്റ കാരണം കൊണ്ട് അവൾക്ക് സൂര്യയുടെ ഭാര്യയായിട്ട് എന്നും ആ വീട്ടിൽ കഴിയാം. പറയാൻ എളുപ്പമാണ്, പക്ഷെ നടക്കണ്ടേ? ഇനിയിപ്പോ നിങ്ങൾ എടുത്തുചാടി ഒന്നും ചെയ്യരുത് എന്ന് കരുതി ഒരു അവസരം വന്നാൽ വിട്ടുകളയും ചെയ്യരുത്. ഭാവനയും കൂടി ഗർഭിണിയായ സ്ഥിതിക്ക് ഞങ്ങളുടെ മോളുടെ ഉള്ള സ്ഥാനം കൂടി നഷ്ടപ്പെടാതിരുന്നാ മതിയായിരുന്നു. അതിനൊക്കെ വഴിയുണ്ടാക്കാം. ഭാവന ആ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ അവൾ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകും. ഓ, അതൊക്കെ ഇനി റിസ്ക് അനിരുദ്ധ. നമ്മളാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാത്ത വിധത്തിൽ വേണം എന്തും പ്ലാൻ ചെയ്യാൻ.